ഓൺലൈൻ ഡേറ്റിംഗ് ഊഷ്മളമായ ഒരു ബന്ധത്തിലൂടെ കടന്നു പോകവേ ഒരാൾക്ക് മറ്റൊരാളോടുള്ള മാനസികമായിട്ടുള്ള ഒരു സമീപനത്തിൽ മാറ്റം വന്നാൽ അതിനെ നേരിടാനുള്ള മനോബലം ഈ തരത്തിലുള്ള ആപ്പുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടാകേണ്ടതാണ്. നമസ്കാരം, ഞാൻ വിനീത സന്തോഷ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ബന്ധങ്ങളുടെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത എല്ലാ സന്തോഷങ്ങളും ആസ്വദിക്കുമ്പോൾ നമുക്ക് തന്നെയാണുള്ളത്. നമുക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തലത്തിലേക്ക് അത് നീണ്ടുപോയാൽ നിങ്ങളുടെ പുഞ്ചിരി മായാനോ നിങ്ങളുടെ ജീവൻ എടുക്കാനോ തരത്തിലുള്ള അപകടകരമായ ഒരു ആയുധമായി നാളെ അത് തിരിച്ചു വന്നു. ഇത്തരം മാനസിക തകർച്ചകൾ നേരിടുന്നവരുടെ കോളുകൾ ഈ അടുത്ത കാലത്തായി അതിക്രമിച്ചു വരുന്നതായി കാണുന്നു. പുരാണത്തിൽ ശക്തനായ ഒരു കഥാപാത്രമാണ് അഭിമന്യു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സകല വിദ്യകളും അഭ്യസിക്കാനുള്ള പാഠവും അവന് ലഭിച്ചു. എന്നാൽ പത്മവ്യൂഹത്തിനകത്തേക്ക് കടക്കാൻ ഉള്ള അറിവ് അവന് പുറത്തേക്ക് ഇറങ്ങാൻ ഉണ്ടായിരുന്നില്ല. അപൂർണമായ അറിവ് അവന്റെ ആയുസ്സിനെ തന്നെ എടുക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇന്നത്തെ കുട്ടികളുടെ സാങ്കേതിക വിദ്യകളിലുള്ള ഉപയോഗവും അതിനുള്ള പാഠവും നമ്മൾ അഭിമാനത്തോടെ നോക്കി കാണുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനിടയിൽ അതിൽ ഉണ്ടാകുന്ന തകർച്ചകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനുള്ള മനോബലം അവർ വളർത്തിയെടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും കൂടി അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവൻ എടുക്കുന്നതോ നിങ്ങളുടെ പുഞ്ചിരി മാറ്റുന്നതോ തരത്തിലുള്ള രീതിയിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഒരിക്കലും കൈവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. താൽക്കാലിക സന്തോഷങ്ങൾ നമ്മുടെയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും തീരാനഷ്ടങ്ങളിൽ എത്തിക്കാതിരിക്കട്ടെ. പുഞ്ചിരികൾ മായാതിരിക്കട്ടെ.